അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് വായിക്കാം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരനേക കാര്യങ്ങളെ പഠിപ്പിച്ചു. തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് തന്നെ സുവിശേഷീകരണത്തിൻ്റെ ആവശ്യം യേശു അവരെ അറിയിച്ചു. ശിഷ്യന്മാർ കാണെ കുരുടന്മാരെ സൗഖ്യമാക്കി, മുടന്തരെ കുതിച്ച് ചാടുമാറാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ യേശു തൃപ്തരാക്കി. 2 ചെറുമീൻ കൊണ്ട് അനേകർക്ക് വിളമ്പിക്കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പും ശേഷവും താൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടവരാണ് തങ്ങൾ എന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല. ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും യേശുവിനെ ശാസിക്കേണ്ടി വന്നിട്ടുണ്ട്. ശിഷ്യന്മാരുടെ ജ്ഞാനം വർദ്ധിക്കേണ്ടതിന് അവരുടെ ബുദ്ധിയെ യേശുവിനെ തുറക്കേണ്ടി വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം തൻ്റെ ശുശ്രൂഷ മുടക്കം കൂടാതെ നിവർത്തിപ്പാനുള്ളവരാണ് ശിഷ്യന്മാർ എന്ന് യേശുവിനെ അറിയാവുന്നതുകൊണ്ട് ശുശ്രൂഷയുടെ പരിശീലനത്തിനായി അവരെ രണ്ടായി ശുശ്രൂഷയ്ക്ക് അയച്ചു. എങ്ങനെ ശുശ്രൂഷിക്കണം എന്നും എവിടെ താമസിക്കണമെന്നും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ യേശു അവർക്ക് കൊടുത്തിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ അനുസരിച്ചു. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല. ശിഷ്യന്മാർ എവിടെയെല്ലാം ചെന്നു അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നു. ശിഷ്യന്മാരുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഭൂതങ്ങളും അവർക്ക് കീഴടങ്ങി. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. അവർ വലിയ കാര്യമാണെന്ന് ചിന്തിച്ചിരുന്നതാണ് ഭൂതങ്ങളുടെ കീഴടങ്ങൽ. ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങി എന്നാണ് അവർ പറഞ്ഞത്. ഇത് കേട്ട യേശു അവരെ തിരുത്തുകയാണ്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യമാണ് നാം കേട്ടത്. ശിഷ്യന്മാർ എന്ന് ഇവിടെ പ്രസ്താവിച്ചു എങ്കിലും ഇന്ന് ഭൂമിയിലുള്ള ഏതൊരു വ്യക്തിയും യഥാർത്ഥവുമായി സന്തോഷിക്കേണ്ടത് അവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ ആണ്. ഒരു വ്യക്തിയുടെ പേര് എങ്ങനെ സ്വർഗത്തിൽ എഴുതുമെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ബൈബിൾ നമുക്ക് തരും. അതിനു മുമ്പായി ഭൂമിയിലെ ചില കാര്യങ്ങൾ നമ്മുടെ അറിവിലേക്ക് പറഞ്ഞതിന് ശേഷം ബൈബിളിലെ മറുപടി നമുക്ക് പരിശോധിക്കാം. ഭൂമിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പേരും ജനിക്കുന്ന ദിവസവും മാസവും വർഷവും കൃത്യമായി നാം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിന് താനൊരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്നതിനോ ഇന്ത്യയിലെ ഏതൊരു നിയമപരമായ പേപ്പേഴ്സിനോ പഞ്ചായത്തിലെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. പഞ്ചായത്തിലെ രജിസ്റ്ററിൽ പേരില്ല എങ്കിൽ ആ കുഞ്ഞ് വളർന്ന് വലുതായി എത്ര യോഗ്യത പ്രാപിച്ചാലും ആ വ്യക്തിക്ക് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. റേഷൻ കാർഡിൽ പേര് ചേർക്കുവാൻ കഴിയാതെ വരും. തിരിച്ചറിയൽ രേഖ ലഭിക്കുവാൻ ഇത് ആവശ്യമാണ്. അനേക കാര്യങ്ങൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണ്. അവരവരുടെ പഞ്ചായത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന പദവി ലഭിക്കുകയില്ല. അങ്ങനെയായാൽ ഭൂമിയിലെ ഒരു രാജ്യവും ആ വ്യക്തിയെ അംഗീകരിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ പേര് സ്വർഗത്തിലെ രജിസ്റ്ററിൽ ചേർത്തില്ല എങ്കിൽ ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ കഴിയുകയില്ല. കാരണം സ്വർഗത്തിൽ പേരില്ലാത്തവരുടെ പേര് നരകരാജാവിൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഏതൊരു വ്യക്തിയുടെ പേരും ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതിയിരിക്കും. ഒരു രാജ്യത്തിൻ്റെ പൗരനെ മറ്റൊരു രാജ്യം സ്വീകരിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നത് പോലെ സാത്താൻ്റെ രാജ്യത്തിലെ അംഗങ്ങളായിരുന്ന നമ്മെ സ്വർഗരാജ്യത്തിലെ അംഗങ്ങളായി മാറ്റുവാൻ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അതിപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഇപ്രകാരമാണ്: നമ്മെ നിയന്ത്രിക്കുവാൻ യേശുവിന് അധികാരം നാം കൊടുത്തുകൊണ്ട് യേശുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മെ തീർക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് എന്ന് സാരം. അതിന് നാം ചെയ്യേണ്ടത്, യേശുവെ, ഞാൻ പാപിയാണെന്ന് അംഗീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങ് ക്രൂശിക്കപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപം അങ്ങ് ക്ഷമിച്ച് അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി എന്നെ അങ്ങയുടെ മകനാക്കി
മകളാക്കി തീർക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുക എന്നതാണ്. ആ സമയം തന്നെ നമ്മുടെ കഠിന പാപങ്ങൾ യേശു ക്ഷമിച്ചു തരികയും അവൻ്റെ ആത്മാവിനാൽ അവൻ നമ്മെ നിറയ്ക്കുകയും ചെയ്യുന്നു. ആ സമയം അതിക്രമവും പാപവും നിമിത്തം ദൈവവുമായി ആശയവിനിമയം ചെയ്യുവാൻ കഴിയാത്ത വിധം മരിച്ച നമ്മുടെ ആത്മാവ് വീണ്ടും ദൈവവുമായി ബന്ധപ്പെടുവാൻ തക്കവണ്ണം നിർജീവമായ അവസ്ഥയിൽ നിന്നും അഥവാ മരിച്ച അവസ്ഥയിൽ നിന്നും ഉണർന്ന് ജീവൻ വയ്ക്കുന്നു. ആ നിമിഷം മുതൽ നമുക്ക് വീണ്ടും പാപബോധവും നല്ല മനസാക്ഷിയും ഉണ്ടാകുന്നു. ഇതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുന്ന സമയത്താണ് നമ്മിൽ പുതുജനനം അഥവാ വീണ്ടും ജനനം നടക്കുന്നത്. ഈ ജനനം നടക്കുമ്പോൾ നമ്മിൽ മാനസാന്തരം നടക്കുകയാണ്. നാം പുതിയ ഒരു സൃഷ്ടിയായി തീരുകയാണ്. ആദാമ്യ പിതൃത്വം നമ്മിൽ നിന്നും മാറി ഒടുക്കത്തെ ആദാമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതൃത്വം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നത്. ഇങ്ങനെ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുമ്പോൾ നരകത്തിൻ്റെ അധിപനായ സാത്താൻ്റെ പുസ്തകത്തിൽ നിന്നും നമ്മുടെ പേര് മാഞ്ഞു പോകുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കിനർത്ഥം നിങ്ങളുടെ പേര് നരകത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും മാറ്റി സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ എഴുതിയതിനാൽ സന്തോഷിപ്പിൻ എന്നാണ്. ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടില്ല എങ്കിൽ എന്താണ് പ്രശ്നം എന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. യേശു ഈ തീ പൊയ്കയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ തീ കെടുന്നില്ല, പുഴുച്ചാകുന്നില്ല എന്നാണ്. തന്നെയുമല്ല രാവും പകലും അവിടെ ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല എന്നാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ പേര് ഏത് പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നതെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരാം എന്ന് നാം കേട്ടു. അതുപോലെ തന്നെ നാം പാപം ചെയ്യുന്ന അതേ നിമിഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേയും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേയും പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിച്ചില്ല എങ്കിൽ നാം പിശാചിൻ്റെ മകനായി മകളായി തീരുകയാണ് ചെയ്യുന്നത്. നാം പിശാചിൻ്റെ മകനും മകളുമായി തീരുവാനുള്ള ഏറ്റവും ചെറിയ യോഗ്യത സഹോദരനെ മൂട എന്ന് വിളിക്കുന്നതും സഹോദരനെതിരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കുന്നതും ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കുന്നതും സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കുന്നതും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതും നിന്ദിക്കുന്നതും ആണ്. ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നാം ചെയ്താൽ നാം സാത്താൻ്റെ മക്കളായി തീരുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, നാം കേട്ട കാര്യങ്ങളെ പോലുള്ള ദൈവം വെറുക്കുന്ന ഏത് പാപം ചെയ്താലും അത് ദൈവത്തോടാണ് നാം ചെയ്യുന്നത്. മോശയോട് ദൈവം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ കൂടി പറയുകയാണ്: എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും എന്ന്. യഹോവയുടെ പുസ്തകത്തിൽ നിന്നും നമ്മുടെ പേര് മായ്ച്ചു കളഞ്ഞാൽ അതേ സമയം തന്നെ നമ്മുടെ പേര് സാത്താൻ്റെ പുസ്തകത്തിൽ എഴുതുമെന്ന് നാം ഓർക്കണം. ആകയാൽ നമ്മിൽ അവകാശവാദം പറയുവാൻ സാത്താന് അവസരം കൊടുക്കാതിരിക്കുവാൻ നാം പിശാചിന് ഇടം കൊടുക്കാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. പാപത്തോട് പോരാടുന്നതിൽ നാം പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. പാപത്തോട് നല്ല പോർ പൊരുതണം. നമ്മുടെ വിശ്വാസം കാക്കണം. നിത്യജീവനെ പിടിച്ചുകൊള്ളണം. ആരും വിളിക്കാതെ കടന്നു വരുന്ന മരണം നമ്മെ പിടികൂടുമ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ലാത്ത സാഹചര്യം ആണെങ്കിൽ മരണത്തിന് നമ്മെ പിടിച്ചു വയ്ക്കുവാനും യാതനാസ്ഥലത്ത് നാം എത്തുവാനും ഇടവരുന്നു. യേശുവിൽ പാപമില്ലാതിരുന്നതിനാൽ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് ഉണ്ടെങ്കിൽ നമുക്ക് മരണത്തെ ജയിക്കുവാനും രണ്ടാം മരണമായി ഗന്ധകം കത്തുന്ന തീ പൊയ്ക ഒഴിഞ്ഞ് നിത്യജീവനാവകാശികളായി തീരുവാനും കഴിയും എന്നതിനാൽ ആണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്: ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പിൻ എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടെന്ന് ഉറപ്പ് പറയാമോ? ഏതെങ്കിലും പാപത്തിൽ വീണു പോയിട്ടുണ്ടോ? നിത്യത എന്നതും തീ പൊയ്ക എന്നതും യേശുവാണ് പഠിപ്പിച്ചിട്ടുള്ളത്. യേശു ഒരിക്കലും തമാശ പറഞ്ഞിട്ടില്ല. ആകയാൽ നമ്മുടെ ശിഷ്ടായുസ്
നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തി ജീവിക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിത്യജീവന് നമുക്ക് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെടുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തികൾ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം അയച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.